നമസ്കാരം. ഞാൻ ഡോക്ടർ പി മജീദ്. ആരോഗ്യകരമായ ഒരു ജീവിത ശൈലിയിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വെറും 6 മാസത്തിനുള്ളിൽ ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങളുടെ ശരീരഭാരം കുറച്ച് കൂടുതൽ ഊർജ്ജസ്വലനാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ചില പ്രധാന വഴികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോകമെമ്പാടുള്ള ആരോഗ്യ വിദഗ്ധർ അംഗീകരിച്ചതും വിവിധ സംസ്കാരങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതുമായ ഈ മാർഗങ്ങൾ കൃത്യമായി പാലിച്ചാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും. നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ലക്ഷ്യങ്ങൾ കൃത്യമായി നിശ്ചയിക്കുക. നിങ്ങൾ എത്ര കിലോ കുറയ്ക്കണം എന്നതിനെക്കുറിച്ച് ശക്തമായ ഒരു ധാരണ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. കലോറി കമ്മി നിലനിർത്തുക. നിങ്ങൾ ശരീരത്തിന് നൽകുന്ന ഊർജത്തേക്കാൾ കൂടുതൽ ഊർജം ചെലവഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുന്നത് അമിതമായ ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. പഞ്ചസാര ഒഴിവാക്കുക. മധുര പലഹാരങ്ങളും സോഡകളും രക്തത്തിലെ ഇൻസുലിൻ അളവ് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുകയും ചെയ്യുന്നു. പ്രോട്ടീൻ സമ്പുഷ്ടമായ പ്രഭാത ഭക്ഷണം ശീലിക്കുക. മുട്ടയോ പയറുവർഗ്ഗങ്ങളോ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദിവസം മുഴുവൻ വിശപ്പ് കുറച്ചു നിൽക്കാൻ സഹായിക്കും. നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഓട്സ്, പച്ചക്കറികൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹന പ്രക്രിയയെ സാവധാനത്തിലാക്കി വിശപ്പ് നിയന്ത്രിക്കുന്നു. ചെറിയ പ്ലേറ്റുകളിൽ ഭക്ഷണം കഴിക്കുക. ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിച്ച് സംതൃപ്തി അടയാൻ മസ്തിഷ്കത്തെ സഹായിക്കുന്നു. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഭക്ഷണം സാവധാനം ചവച്ചരച്ച് കഴിക്കുന്നത് വഴി വയർ നിറഞ്ഞെന്ന സന്ദേശം തലച്ചോറിലെത്താൻ സമയം ലഭിക്കുന്നു. ഗ്രീൻ ടീ ശീലമാക്കുക. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉപാപചയ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തി കൊഴുപ്പ് ദഹിപ്പിക്കുന്നു. മൈദ വിഭവങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. ബ്രെഡ്, പൊറോട്ട തുടങ്ങിയ മൈദ വിഭവങ്ങൾ ശരീരത്തിൽ കൊഴുപ്പായി പെട്ടെന്ന് മാറുന്നു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പരീക്ഷിക്കുക. ദിവസത്തിൽ 16 മണിക്കൂറിൽ ഉപവസിക്കുകയും ബാക്കി 8 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഇൻസുലിൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രാത്രി ഭക്ഷണം നേരത്തെയാക്കുക. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 3 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് ദഹനം സുഗമമാക്കും. 7 മണിക്കൂർ ഉറക്കം ഉറപ്പാക്കുക. ഉറക്കക്കുറവ് വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയും ഭാരം കൂട്ടുകയും ചെയ്യുന്നു. നടത്തം ഒരു ശീലമാക്കുക. ദിവസം കുറഞ്ഞത് 30 മിനിറ്റ് വേഗത്തിൽ നടക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ഭാരം കുറയ്ക്കുവാനും ഉത്തമമാണ്. ലിഫ്റ്റിന് പകരം പടികൾ ഉപയോഗിക്കുക. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചലനങ്ങൾ കൂടുതൽ കലോറി ദഹിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഫ്രൂട്ട്സ് നേരിട്ട് കഴിക്കുക. ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രൂട്ട്സ് നേരിട്ട് കഴിക്കുന്നതാണ്. ഇത് നാരുകൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു. ഒലിവ് എണ്ണ ചേർത്ത പച്ചക്കറി സലാഡുകൾ ഉൾപ്പെടുത്തുക. ഉച്ചഭക്ഷണത്തിന് മുമ്പ് 1 കപ്പ് സലാഡ് കഴിക്കുന്നത് കലോറി കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കും. മദ്യപാനം ഉപേക്ഷിക്കുക. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന കലോറികൾ വയറ്റിൽ കൊഴുപ്പടിയാൻ പ്രധാന കാരണമാകുന്നു. സമ്മർദ്ദം കുറയ്ക്കുക. മാനസിക സമ്മർദ്ദം കൊളസ്ട്രോളിനും അമിത ഭക്ഷണത്തിനും കാരണമാകുന്ന കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ബ്ലാക്ക് കോഫി കുടിക്കുക. പഞ്ചസാര ഇല്ലാത്ത ബ്ലാക്ക് കോഫി ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ടിന്നിലടച്ചതും പാക്കറ്റ് ഭക്ഷണങ്ങളും അമിതമായി ഉപ്പും പ്രിസർവേറ്റീവുകളും അടങ്ങിയതാണ്. സിറ്റപ്പ് വ്യായാമം ചെയ്യുക. തറയിൽ കിടന്ന് മുട്ടുമടക്കി കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് പകുതി ഉയരുന്നത് വയറിലെ പേശികളെ ബലപ്പെടുത്തും. പുഷപ്സ് ശീലിക്കുക. കൈകൾ തറയിൽ ഊന്നി ശരീരം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ശരീരത്തിലെ വലിയ പേശികളെ ഉത്തേജിപ്പിക്കുന്നു. പ്ലാങ്ക് പൊസിഷൻ പരീക്ഷിക്കുക. കൈമുട്ടുകൾ തറയിലൂന്നി ശരീരം നേർരേഖയിൽ 1 മിനിറ്റ് പിടിക്കുന്ന ഉദരഭാഗത്തെ കൊഴുപ്പ് കുറയ്ക്കുന്നതാണ്. സ്ക്വാട്സ് ചെയ്യുക. കസേരയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് തുടയിലെയും നിതംബത്തിലെയും കൊഴുപ്പ് നീക്കും. സൈക്ലിംഗ് ചെയ്യുക. സൈക്കിൾ ചവിട്ടുന്നത് ഒരു മികച്ച കാർഡിയോ വ്യായാമമാണ്. യോഗശീലമാക്കുക. സൂര്യ നമസ്കാരം പോലുള്ള യോഗാസനങ്ങൾ ശരീരത്തിൻ്റെ വഴക്കവും
മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. ജലാംശം നിലനിർത്താൻ കരിക്കും വെള്ളം കുടിക്കുക. മധുര പാനീയങ്ങൾക്ക് പകരം പ്രകൃതിദത്തമായ കരിക്കും വെള്ളം തിരഞ്ഞെടുക്കാം. മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുക. പ്രോട്ടീനും വിറ്റാമിനുകളും ധാരാളമായി ലഭിക്കാൻ ഇത് സഹായിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണരുത്. ശ്രദ്ധ മാറി ഭക്ഷണം കഴിക്കുന്നത് അമിതമായി ഭക്ഷണം ഉള്ളിലെത്താൻ കാരണമാകും. ഇഞ്ചിയും നാരങ്ങ വെള്ളവും ചേർത്ത് ഉപയോഗിക്കുക. രാവിലെ ചെറു ചൂട് വെള്ളത്തിൽ ഇഞ്ചിയും നാരങ്ങ നീരും ചേർത്ത് കുടിക്കുന്നത് കൊഴുപ്പ് ദഹനത്തിന് നല്ലതാണ്. എണ്ണ പലഹാരങ്ങൾ പരിമിതപ്പെടുത്തുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അമിതമായ ഉപ്പ് ശരീരത്തിൻ്റെ ജലാംശം കെട്ടി നിൽക്കുവാനും വീർക്കാനും കാരണമാകുന്നു. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നത് വേഗത്തിൽ ഭാരം കുറയ്ക്കുവാൻ സഹായിക്കും. നീന്തൽ ഒരു ശീലമാക്കുക. ശരീരത്തിലെ എല്ലാ പേശികൾക്കും ഒരേപോലെ വ്യായാമം നൽകുന്ന ഒന്നാണ് നീന്തൽ. ഭക്ഷണക്രമത്തിൽ വെളിച്ചെണ്ണ ഉൾപ്പെടുത്തുക. മിതമായ അളവിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കും. നന്നായി ചിരിക്കുക. ചിരിക്കുന്നത് കലോറി ദഹിപ്പിക്കാനും മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. വീട്ടുജോലികൾ സ്വയം ചെയ്യുക. വീട് വൃത്തിയാക്കുന്നതും അലക്കുന്നതും മികച്ച ശാരീരിക വ്യായാമങ്ങളാണ്. ആപ്പിൾ സിഡർ വിനീഗർ ഭക്ഷണത്തിന് മുമ്പ് ആപ്പിൾ സൈഡർ വിനാഗിരി വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ഇൻസുലിൻ നില നിയന്ത്രിക്കാൻ സഹായിക്കും. ഭക്ഷണം ഡയറിയിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദിവസവും എന്തൊക്കെ കഴിക്കുന്നു എന്ന് എഴുതി വയ്ക്കുന്നത് സ്വയം നിയന്ത്രണത്തിന് സഹായിക്കും. പ്രകൃതിദത്തമായ മസാലകൾ ഉപയോഗിക്കുക. കുരുമുളക്, മഞ്ഞൾ തുടങ്ങിയവ കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. മത്സ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ ഹൃദയാരോഗ്യത്തിനും ഭാരം കുറയ്ക്കുന്നതിനും ഗുണകരമാണ്. അല്ലെങ്കിൽ ഒമേഗ 3 ഫിഷ് ഓയിൽ ക്യാപ്സ്യൂളുകൾ കഴിക്കുക. ഭക്ഷണത്തിന് ശേഷം അല്പദൂരം നടക്കുക. പ്രഭാത ഭക്ഷണത്തിനും ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും ശേഷം 15 മിനിറ്റ് വീതം നടക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. ജങ്ക് ഫുഡ് പരസ്യങ്ങൾ കാണുന്നത് ഒഴിവാക്കുക. ഭക്ഷണത്തിനോടുള്ള അമിതമായ കൊതി കുറയ്ക്കുവാൻ ഇത് സഹായിക്കും. ഗ്രൂപ്പായി വ്യായാമം ചെയ്യുക. സുഹൃത്തുക്കളോടൊപ്പം വ്യായാമം ചെയ്യുന്നത് മടുപ്പ് ഒഴിവാക്കാനും തുടർച്ചയായി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഓട്സ് മീൽ ശീലമാക്കുക. രാത്രിയിലോ പ്രഭാത ഭക്ഷണമായോ ഓട്സ് കഴിക്കുന്നത് വിശപ്പിനെ ദീർഘനേരം തടഞ്ഞു നിർത്തും. നട്ട്സ് മിതമായി കഴിക്കുക. ബദാം, വാൾനട്ട് എന്നിവ ആരോഗ്യകരമായ കൊഴുപ്പ് നൽകുന്നു. രാത്രി വൈകിയുള്ള സ്നാക്കുകൾ ഒഴിവാക്കുക. ഉറക്കത്തിന് മുമ്പ് ലഘു ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. ഹോട്ടൽ ഭക്ഷണം താൽക്കാലികമായി ഒഴിവാക്കുക. ഹോട്ടൽ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ കലോറി, അനാരോഗ്യകരമായ കൊഴുപ്പ്, ഉയർന്ന അളവിലുള്ള ഉപ്പ്, പഞ്ചസാര എന്നിവ ശരീരഭാരം കുറയ്ക്കുന്നതിന് സങ്കീർണമാക്കുന്നു. രുചി വർദ്ധിപ്പിക്കാൻ ചേർക്കുന്ന പദാർത്ഥങ്ങൾ മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുകയും ശരീരത്തിൽ കൊഴുപ്പ് അടിയാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ ശരീരത്തിന് പുതിയൊരു ഭക്ഷണക്രമവുമായി പൊരുത്തപ്പെടാനും ദഹനപ്രക്രിയ കാര്യക്ഷമമാക്കാനും ചുരുങ്ങിയത് 6 മാസമെങ്കിലും വീട്ടിലെ പോഷകസമൃദ്ധമായ ഭക്ഷണം ശീലിക്കുന്നത് ഭാരം സുസ്ഥിരമായി കുറയ്ക്കുവാൻ സഹായിക്കും. പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുകയും മാറ്റങ്ങൾ വരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. ശരീരഭാരം കുറയ്ക്കുക എന്നത് ഒരു ദിവസത്തെ അത്ഭുതമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ചെറിയ മാറ്റങ്ങളുടെ ആകത്തുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ 50 കാര്യങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഭാഗമാക്കുവാൻ ശ്രമിക്കുക. ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും 6-ാം മാസം എത്തുമ്പോൾ നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.